ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ന്യൂസിലാൻഡിലെത്തിയത്. അപ്പോൾ ന്യൂസിലാൻഡിലെത്തിയിട്ട് നമ്മൾ ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, അപ്പോൾ അവിടെ വരെ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ന്യൂസിലാൻഡിൽ ഞാൻ ഓക്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സേ ഹായ്, സേ ഹായ്, ഹായ്. എൻ്റെ കൂടെ ബസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നല്ല സ്ട്രീറ്റിലാണ്, നല്ല അടിപൊളി സ്ട്രീറ്റാണ് കേട്ടോ എൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ട്രീറ്റ് ഇതാണ് കേട്ടോ, കണ്ടോ, നല്ല അതിമനോഹരമായ വീടുകളും ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ. എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് കൊണ്ട് ഉണ്ടാക്കണയാണ് വീടുകൾ. കണ്ടോ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ സ്ട്രീറ്റ് തന്നെ കാണാം. നല്ല ക്ലീൻ നീറ്റ് ആയിട്ട് കിടക്കുന്ന സ്ട്രീറ്റാണ്. പിന്നെ പാർക്കിങ് മൊത്തം വീടിനുള്ളിലേക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. അവരവരുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ, റോഡിൽ തന്നെയാണ് പാർക്കിംഗ് കേട്ടോ മിക്കവരും. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്, ഉള്ളിലൊരു സ്ഥലത്തേക്ക് കിട്ടിയിട്ടുണ്ട്. വാ ബസ് വാ, ഓടി ഓടി ഓടിയാ. ലൈം ഒക്കെ നിൽക്കുന്നതാണ് ഇവിടെ. ലൈമിന്റെ പ്ലാന്റ് ആണത്. ലൈം ഉണ്ടായി കിടക്കണ്ടായിരുന്നു ഞാൻ അതിനോടാ. ലൈമൊക്കെ ഉണ്ടായി കിടക്കണ്ട. ബഷന്മാര് ലൈമാണ് ഇവിടെ. ആരും പക്ഷെ അത് പറക്കില്ല. ഇതല്ല, ഇത് കുറച്ച് ബ്രിക്സ് കൊണ്ട് ഉണ്ടായിക്കണ വീടാണ് കേട്ടോ കാണുന്നത്. ആ ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന സാധനമാണ് ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ബൈക്കിനേക്കാളും കൂടുതൽ സൈക്കിളും ഈ സാധനമാണ്. ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത്. ഡ്രൈവ് ചെയ്യണവര് ഒരുപാട് ഇവർക്ക് വേ നമ്മൾ എന്തായാലും കൊടുക്കണം കാർ ഓടിക്കുകയാണെങ്കിൽ. ഇതുണ്ടോ, ഇതിന്റെ ഓൺലൈൻ പ്ലസ് ഊബർ ചേർന്നുള്ളതാണ് കേട്ടോ ഈ സാധനം. അതായത് ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുത്തുകൊണ്ട് വരാം. കണ്ടോ, QR കോഡ് ഉണ്ട് ഇതിൽ. അത് കഴിഞ്ഞ് നമ്മൾ പേ ചെയ്താൽ മതി. പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറി പോകാം. ഇത് കണ്ട് 16 ഏജ് കഴിയണം. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ കയറി നിന്നാൽ മതി. നമ്മള് ബാറ്ററി അതിലുണ്ട്. ബാറ്ററി ഈ കാണുന്ന ബാറ്ററി ആണെന്ന് തോന്നുന്നു. എവിടം വരെ എത്തണം അവിടം വരെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ അടുത്ത ആള് വരുമ്പോൾ അത് എടുത്തോളും. എനിക്കതൊന്ന് ബാംഗ്ലൂരൊക്കെ ഒരെണ്ണമുണ്ട്, നമ്മള് കാണാറുണ്ട്. സ്വിഗ്ഗി അവരൊക്കെ ഡെലിവറി ചെയ്യുന്ന സാധനമാണ് അത്. പക്ഷെ അത് ലൂണ ടൈപ്പാണ്. ഇത് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ കയറി നിൽക്കാം. 2 പേരെയൊക്കെ കയറ്റിക്കൊണ്ട് ഞാൻ പോണാണ് കേട്ടോ. ഇത് ഇവിടെ ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞങ്ങൾ വസുവിനെ ചേർത്ത് സ്കൂള് കാണിച്ചു തരാം കേട്ടോ. വസുവിനെ ചേർത്ത് നമ്മള് ആ സ്കൂള് ഇവിടെയാണ്. അതൊരു ചെറിയൊരു, നമ്മുടെ നാട്ടിൽ കിൻഡർ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. അത് 4 hour അവർക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പൊ നമ്മള് 4 hour ഫ്രീ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മള് മലയാളീസ് ആണല്ലോ, നമ്മളെപ്പോഴും റേറ്റ് എവിടെ കുറയുന്നോ അവിടെയുള്ള നോക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ്ട്രാ അവർ വേണമെങ്കിൽ എടുത്താൽ അതിന് ചാർജാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ അവന്റെ സ്കൂളാണ്. അതിന്റെ ഉള്ളിലേക്ക് കുറെ കളിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല അടിപൊളി. ഇതാണ് സ്കൂള് പുള്ളിയുടെ. അത് പുള്ളീനെ ശരിക്കും പറഞ്ഞ 1 week കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇവിടെ അവധിയാണ്, ഈസ്റ്ററിന്റെ അവധിയാണ്. അപ്പൊ അതിന്റെ ഇത് കഴിഞ്ഞ പുള്ളിനെ ചേർക്കും. ഇഷ്ടംമാര് ഓറഞ്ച് ഉണ്ടായി കിടക്കണ്ട, ചെറിയ ഇതിൽ തന്നെ ഓറഞ്ച് ഇഷ്ടംമാര് ഉണ്ടായി കിടക്കുന്നുണ്ട. പാർക്കിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പിന്നെ എപ്പോ വേണമെങ്കിലും മഴ പെയ്യാട്ടോ. വേണ്ട, ഇതാണ് മഴക്കാറ് വന്നു തുടങ്ങി. അങ്ങനെ ഒരു പ്രശ്നം ന്യൂസിലാൻഡിലുണ്ട്. നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് ഇറങ്ങാം. ഇതേ നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അടുത്തത് പാർക്കിന്റെ എൻട്രി ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കൂടുതലും മൗറി ഭാഷയിലാണ് കേട്ടോ അവർ എഴുതി വയ്ക്കുന്ന ചില ബോർഡുകളെല്ലാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ബേറ്റി മാട്ട ആൻഡ് മനുക്കാവ് അങ്ങനെയൊക്കെയാണ്. നമ്മൾ പ്രൊണൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ആണെന്ന് അറിയില്ല. ഇത് അടിപൊളി പാർക്ക്. ഗോ ആൻഡ് പ്ലേ. പൊക്കോ ചെല്ലു. ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഇവിടെ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റെഡ് വന്നു കഴിഞ്ഞാൽ ആള് ഉള്ളിലുണ്ടെന്നാണ് കേട്ടോ. നമുക്കത് ഇതിലേക്ക് എടുക്കാം.
ഇതാണ് ടോയ്ലറ്റ്. കണ്ട പബ്ലിക് ടോയ്ലറ്റാണ് കേട്ടോ ഇവിടുത്തെ. ഇതണ്ട നമുക്ക് ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് ടിഷ്യൂ വെച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ഇവിടെ കൂടുതലും ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. കണ്ടോ ഇതാ സാനിറ്ററി ഡിപ്പോസിബിൾ യൂണിറ്റ് ഇത് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ആള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ലേ ഇത് ലോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെഡ് വരും കേട്ടോ. ഇത് ഓപ്പണായി തുറക്കുക. അപ്പോൾ നമ്മളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ അത് ക്ലീനാക്കി ഇട്ട് കൊടുക്കില്ല. അതാണ് നമ്മുടെയും പ്രശ്നം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനാക്കി ആ ടിഷ്യൂ തുടച്ച് ക്ലീനാക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഇത് കണ്ടോ ഇത് കൈറ്റ് സർഫിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടോ ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ സർഫിങ് ചെയ്യുന്ന സാധനം ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അതെ ഇതാണ്ട ഈ കയ്യിലിരിക്കുന്നുണ്ടല്ലോ ആളുടെ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടി മാത്രമായിട്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിലൊരു എയർ അടിച്ചിട്ടാണ് കേട്ടോ ഇത് പൊങ്ങുന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ കളിക്കാൻ സ്ഥലമുണ്ട് നമുക്ക്. കണ്ട അത് അവർ അവിടുത്തെ സർഫിങ് കഴിഞ്ഞിട്ടേ തിരിച്ചു വന്നിട്ട് അവർ വാഷ് ചെയ്യാനുള്ള ഏരിയ ആണ് കേട്ടോ. അത് ക്ലീനായിട്ട് അവർക്ക് പോകാം. ഇതേ ഇന്ന് കൂടെയുള്ളതാണ്ടോ കേശുവിനൊരു ഫ്രണ്ടിനെ കിട്ടിയേക്കണ കേട്ടോ ഇവിടെ വന്നപ്പോൾ. സേ ഹായ് അലക്സ്. ഇത് അലക്സ് ആണ്. നാട്ടിലെവിടെയായിരുന്നു അലക്സ സ്ഥലം? കേരള. കാക്കനാടല്ലായിരുന്നോ? കേരള സ്ഥലം അറിയില്ല. ഓക്കെ അപ്പോൾ കേശുവിനൊരു ഫ്രണ്ട് കിട്ടി ഇവിടെ വന്ന് ഫുട്ബോൾ കളിക്കാൻ കേട്ടോ. ഇപ്പോൾ എത്ര ആളായി ഇവിടെ വന്നിട്ടാ നിങ്ങൾ? 1 ഇയർ. അപ്പോൾ അലക്സ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആ വെയിൽ തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു മലയാളീസിനെ കിട്ടിക്കണതാണ് അടുത്ത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കൂടുതലും ന്യൂസിലാൻഡ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഭയങ്കര നന്ദിയുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കൂടുതലും കൃഷീനെ ബേസ്ഡ് ആയിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇനി പറയാൻ പറ്റില്ല, എന്നാ വെച്ചാൽ കൃഷി മാത്രമായിട്ട് ചിലപ്പോൾ നമുക്ക് പോസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ്. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അഗ്രോ ട്രാവൽ എന്നാണ്. ഞാൻ ആ പേര് എന്തായാലും മാറ്റുന്നില്ല, ആ പേര് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ.